ഒക്ടോബർ 4 വിശുദ്ധ ഫ്രാൻസിസ് അസിസി. എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വമേ എന്ന ജീവിത തത്വം തിരഞ്ഞെടുത്ത് ലോകത്തിലെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ച സൂര്യചന്ദ്ര നക്ഷത്രാദികളും സസ്യലതാദികളും ഭൂമിയിലെ എല്ലാവിധ ജന്തുക്കളെയും സഹോദരീ സഹോദരന്മാരായി സ്വീകരിച്ച ലോകത്തിൽ ദരിദ്രരിൽ ദരിദ്രനായി ജീവിച്ച ഫ്രാൻസിസ് അസിസിയിലെ ഒരു പ്രമുഖ പട്ടുവ്യാപാരിയുടെ മൂത്ത മകനായി 1181 ജനിച്ചു. ക്രിസ്തുവിനെ പോലെ കാലിത്തൊഴുത്തിൽ പിറന്നവൻ എന്ന് ഐതിഹ്യമുണ്ട്. ചെറുപ്പത്തിൽ തന്നെ ഫ്രഞ്ച്, ലത്തീൻ ഭാഷകളിൽ പ്രാവീണ്യം നേടി. സമ്പന്നനായിരുന്നെങ്കിലും പിതാവ് ദാനധർമ്മം നിരുത്സാഹപ്പെടുത്തിയിരുന്നു. പിതാവിൻ്റെ കടയിലിരുന്ന് പട്ടുവസ്ത്രം വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു കുഷ്ഠരോഗി സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം നിഷേധിച്ചു. എന്നാൽ തന്നിൽ കുടികൊണ്ടിരുന്ന അനുകമ്പ പെട്ടിയിൽ നിന്നും ഒരു പിടി പണം വാരിയെടുത്ത് രോഗിയുടെ കയ്യിൽ വെച്ചുകൊടുക്കുവാനും ഭിക്ഷുവിനെ ആശ്ലേഷിക്കുവാനും ഇടയാക്കി. കുഷ്ഠരോഗികളെ ആശ്ലേഷിക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരണ അനുഭവമാണ് ഫ്രാൻസിസിൽ ലഭിച്ചിരുന്നത്. അസിസിയിലെ യുദ്ധത്തിൽ പങ്കുചേർന്നിരുന്ന അദ്ദേഹം ഒരു യുദ്ധയാത്രയിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ടു. ആരെ സേവിക്കുകയാണ് ഉത്തമം, യജമാനനെയോ ദാസനെയോ? യജമാനനെ എന്ന മറുപടിക്ക് എങ്കിൽ വീട്ടിലേക്ക് മടങ്ങൂ. ഈ സ്വരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. വിശുദ്ധ പീറ്റർ ഡാമിയന്റെ ദേവാലയം കേടുവന്ന് കിടക്കുന്നതായി സ്വപ്നത്തിൽ ദർശിച്ച ഫ്രാൻസിസ് വീട്ടിൽ നിന്ന് പണമെടുത്ത് ദേവാലയത്തിൻ്റെ കേടുപോക്കി. കുപിതനായ പിതാവ് വീട്ടിൽ വെച്ച് ഫ്രാൻസിസിനെ ശിക്ഷിക്കുകയും മെത്രാന്റെ പക്കൽ പരാതി നൽകുകയും ചെയ്തു. പരാതിയാൽ വിളിക്കപ്പെട്ട ഫ്രാൻസിസ് മെത്രാന്റെ മുൻപിൽ താൻ ധരിച്ചിരുന്ന വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ അഴിച്ചുവെച്ച് ഇവയും കുടുംബസ്വത്തും പിതാവ് ഉപയോഗിച്ചുകൊള്ളട്ടെ എന്നെഴുതി നൽകി. എല്ലാം ഉപേക്ഷിച്ച ഫ്രാൻസിസ് മെത്രാൻ നൽകിയ ഒരു രോമവസ്ത്രം ധരിച്ച് തെരുവീഥിയിലേക്ക് ഇറങ്ങി. ഇനിമേൽ എനിക്ക് ദൈവം മാത്രമേ പിതാവായിട്ടുള്ളൂ എന്ന് തന്നോട് തന്നെ പറഞ്ഞു. വ്യത്യസ്തമായ ജീവിതശൈലിയിലും ചര്യയിലും ആകൃഷ്ടരായവർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി. അങ്ങനെ ഫ്രാൻസിസ്കൻ സഭ രൂപം കൊണ്ടു. 6 പട്ടം വരെ അദ്ദേഹം സ്വീകരിച്ചെങ്കിലും തൻ്റെ വിനയവും എളിമയും പൗരോഹിത്യം സ്വീകരിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. സമാധാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും സൂര്യകീർത്തനവും മറ്റു കൃതികളും വളരെയധികം വ്യക്തികളെ സ്വാധീനിച്ചിട്ടുണ്ട്. 1226 ഒക്ടോബർ 4 45-ാം വയസ്സിൽ രോഗബാധിതനായി അദ്ദേഹം മരണമടഞ്ഞു. പ്രാർത്ഥന. സമാധാനമില്ലാത്ത ഈ ലോകത്തിൽ ഞങ്ങളെയും സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹം വിതയ്ക്കുവാനും തെറ്റുകൾ ഉള്ളിടത്ത് ക്ഷമ പ്രചരിപ്പിക്കുവാനും അസത്യമുള്ളിടത്ത് സത്യം വെളിപ്പെടുത്തുവാനും സംശയമുള്ളിടത്ത് വിശ്വാസം പകരുവാനും അന്ധകാരമുള്ളിടത്ത് പ്രകാശം തെളിയിക്കുവാനും ദുഃഖമുള്ളിടത്ത് സന്തോഷം നൽകുവാനും നാഥ ഞങ്ങളെയും ഉപയോഗിക്കണമേ.